സംസ്ഥാന വ്യാപകമായി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ ദേശീയ ജനാധിപത്യ സഖ്യം വിപുലമായ രീതിയിൽ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ആദരണീയനായ പ്രധാനമന്ത്രി കൊച്ചിയിൽ വന്നതോടുകൂടി സംസ്ഥാനത്തെ NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള തുടക്കമായി കഴിഞ്ഞു. ഒരു വികസിത കേരളത്തിനായി ജനപിന്തുണ നേടുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ പിണറായി വിജയൻ സർക്കാരിൻ്റെ ദുർഭരണത്തിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് ഒരു ശരിയായ ബദൽ, വികസനത്തിന് വേണ്ടി ദാഹിക്കുന്ന ജനതയ്ക്ക് ഒരു ശരിയായ ബദൽ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ജനങ്ങളെ സമീപിക്കുന്നത്. NDA അധികാരത്തിൽ വന്നാൽ മാത്രമേ കേരളത്തിൻ്റെ വികസന പ്രതിസന്ധിക്ക് പരിഹാരമാവുകയുള്ളൂ എന്നുള്ള കാര്യം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് വലിയ പ്രതീക്ഷയാണ് NDAയിൽ ജനങ്ങളിപ്പോൾ അർപ്പിച്ചിരിക്കുന്നത്. അത് യാഥാർത്ഥ്യമാക്കാനുള്ള അക്ഷീണ പരിശ്രമത്തിലാണ് കേരളത്തിലെ BJP NDA പ്രവർത്തകരും നേതാക്കളും എല്ലാവരും ഒറ്റക്കെട്ടായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. BJP മുൻപും ഉയർത്തിയിരുന്ന ഒരു ആരോപണം CPM ലീഗ് അന്തർധാരയാണ്. CPMന്റെ LDFന്റെ സ്ഥാനാർത്ഥി ഏകദേശം നിർണയം പൂർത്തിയായിട്ടുണ്ട്, KR ജയന്തയാണെന്ന് പറയുന്നുണ്ട്. വലിയ അതിർത്തി BJPക്കാർക്കുണ്ട്. BJP എങ്ങനെ നോക്കിക്കാണുന്നു? അല്ല, LDF or UDF എന്നുള്ളതാണ് മഞ്ചേശ്വരത്ത് എപ്പോഴും സംഭവിക്കുന്നത്. LDF UDFന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. ഇത്തവണയും അവരുടെ നിലപാടിൽ മാറ്റമില്ല. പക്ഷെ ആ നിലപാട് ഇത്തവണ LDFലെ മഹാഭൂരിപക്ഷം വോട്ടർമാരും അംഗീകരിക്കില്ല എന്നുള്ളതാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വാർത്തകളും വിവരങ്ങളും വ്യക്തമാക്കുന്നത്. തുടർച്ചയായി മുസ്ലിം ലീഗിനെ വിജയിപ്പിക്കുന്നതിലൂടെ ഇടതുപക്ഷ മുന്നണി LDF അവരുടെ അസ്തിത്വം ഇല്ലാതാക്കുകയാണ്, ആത്മാഭിമാനം ഇല്ലാതാക്കുകയാണ് എന്നുള്ള തോന്നലാണ് ഇവിടുത്തെ പ്രവർത്തകർക്കുള്ളത്. ഞങ്ങൾ ആ പ്രവർത്തകരുടെ കൂടെയാണ്. ഇത് LDFലെ ഉന്നതരായിട്ടുള്ള പല നേതാക്കളും മുസ്ലിം ലീഗുമായിട്ടുള്ള അവിശുദ്ധ ബന്ധം അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ നാട്ടിലെ LDF പ്രവർത്തകരുടെ ആവശ്യപ്രകാരമല്ല. LDF നേതാക്കളുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ മുസ്ലിം ലീഗിനെ പിന്തുണയ്ക്കുന്നത്. ഒരു അവിശുദ്ധ കൂട്ടുകെട്ടാണ് എല്ലാ കാലത്തും ഇവിടെ ഉള്ളത്. ഇത്തവണ അവിശുദ്ധ കൂട്ടുകെട്ടിനെ ജനങ്ങൾ നേരിട്ട് പരാജയപ്പെടുത്തുക തന്നെ ചെയ്യും എന്നുള്ള വിശ്വാസമാണ് ഞങ്ങളെ നയിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസത്തെ ഈ ദേശീയപാത വികസനവുമായി അതിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഉണ്ടായിരുന്നു. ഇവിടുത്തെ പൊതുമരാമത്ത് മന്ത്രിയെ ആ പരിപാടിയിൽ ക്ഷണിച്ചില്ല. പിന്നീട് സർക്കാർ തന്നെ ആ പരിപാടി ബഹിഷ്കരിക്കുന്ന സാഹചര്യം ഉണ്ടായി. പ്രധാനമന്ത്രിയുടെ പരിപാടികൾക്ക് സംസ്ഥാനത്തെ എല്ലാ മന്ത്രിമാരെയും ക്ഷണിക്കുന്ന പതിവില്ല. 4 വകുപ്പുകളുടെ പരിപാടികളാണ് അവിടെ നടന്നത്. അപ്പോൾ ഒരു വകുപ്പിൻ്റെ മന്ത്രിക്ക് മാത്രം പരിപാടിയിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് ഒരു തെറ്റായ പ്രചരണമാണ്. എല്ലാ വകുപ്പുകളുടെയും തലവനായിട്ടുള്ള, കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പ്രതിനിധിയായിട്ടുള്ള മുഖ്യമന്ത്രി ആ വേദിയിലുണ്ടായിരുന്നു. ഭരണഘടനയുടെ തലവനായിട്ടുള്ള ഗവർണർ, ആദരണീയനായിട്ടുള്ള ഗവർണർ ആ വേദിയിലുണ്ടായിരുന്നു. ഈ വിവാദം അനാവശ്യമായിരുന്നു. തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ സ്റ്റണ്ട് മാത്രമാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയുടെ അതേ പ്രോട്ടോകോൾ തന്നെയാണ് കേരളത്തിലും ഉണ്ടായിട്ടുള്ളത്. ഇത് തെരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ടുള്ള ഒരു വ്യാജ പ്രചരണം മാത്രം. BJP സംസ്ഥാന അധ്യക്ഷനെ എന്ത് പ്രോട്ടോകോളിന്റെ അടിസ്ഥാനത്തിലാണ് ക്ഷണിച്ചതെന്നും കൂടി CPM-ഉം ഇടതുപക്ഷം ചോദിക്കുന്നുണ്ട്. അതൊക്കെ ചോദിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. പ്രധാനമന്ത്രിയുടെ പരിപാടി നിശ്ചയിക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം PMOയ്ക്കാണ്. ഒരു മുൻ കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ പരിപാടിക്ക് ക്ഷണിച്ചതിൽ ഒരപാകവുമില്ല എന്നുള്ളതാണ് കാര്യങ്ങളെപ്പറ്റി ശരിയായി അറിയുന്ന എല്ലാവർക്കും ബോധ്യമുള്ളത്. ഈ സംസ്ഥാനത്ത് പല സമവാക്യങ്ങളും മാറുകയാണ്. സുധാകരൻ സ്വതന്ത്രനാകുന്നു, പലരും മതത്തിൽ പ്രകടിപ്പിക്കുന്നു, സുധാകരന്റെ പൊട്ടിത്തെറിയിലേക്ക് എത്തുന്നു. അത് LDFലും UDFലും വ്യാപകമായിട്ടുള്ള അസംതൃപ്തിയും പൊട്ടിത്തെറിയുമാണ്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അത് കൂടുതൽ ശക്തിപ്പെട്ടു വരികയാണ് ചെയ്യാൻ പോകുന്നത്. LDFലും UDFലും അന്തഛിദ്രവും തമ്മിലടിയും ജനങ്ങൾ അവരോട് പൂർണ്ണമായിട്ടും
അകൽച്ച കാണിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. മുമ്പ് അങ്ങയുടെ തെരഞ്ഞെടുപ്പ് പ്രഡിക്ഷൻ ഒക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഇത്തവണ എത്ര സീറ്റ് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്? അല്ല, തെരഞ്ഞെടുപ്പിൽ ഞങ്ങളൊരു അജണ്ട മുമ്പിൽ വെച്ചിട്ട് വോട്ടർമാരെ സമീപിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രതീക്ഷകൾ ഇത്തവണ അധികാരത്തിൽ വരിക എന്നുള്ള പ്രതീക്ഷയിൽ കവിഞ്ഞ ഒരു കാര്യവും ഞങ്ങളെ സംബന്ധിച്ചില്ല. കേരളത്തിലും NDA ഭരണം വരണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇത്തവണ അതിന് പറ്റിയ ജനവിധി ഞങ്ങൾ കിട്ടും. 20% വോട്ടിൻ്റെ പിൻബലം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കിട്ടിയിട്ടുണ്ട്. അവിടുന്ന് ഒരു 30-35% എത്തുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. വൈകാതെ അത് സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞങ്ങൾ ഭരണം പിടിക്കാൻ വേണ്ടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അത് എന്താണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. മഞ്ചേശ്വരം പോലെ ഇത്രയും അവികസിതമായിട്ടുള്ള ഒരു മണ്ഡലം, ദേശീയപാതയുടെ വികസനമല്ലാതെ മറ്റൊരു കാര്യവും ഈ മണ്ഡലത്തിൽ നടന്നിട്ടില്ല. കുടിവെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രശ്നമുണ്ട്, ആശുപത്രികളുടെ പ്രശ്നമുണ്ട്, ഭാഷാ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധികളുണ്ട്, അവരുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന പ്രശ്നങ്ങളുണ്ട്. മൊത്തത്തിൽ ഈ മണ്ഡലം പൂർണ്ണമായിട്ടും അവഗണിക്കപ്പെട്ടിട്ടുള്ള ഒരു മണ്ഡലമാണ്. 10 വർഷം മുമ്പ് ഞങ്ങളെ പരാജയപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ കഴിഞ്ഞ 12 വർഷത്തെ മോദി സർക്കാരിൻ്റെ സഹായത്തോടു കൂടി ഈ മണ്ഡലത്തെ ഏറ്റവും നല്ലൊരു മണ്ഡലമാക്കി മാറ്റാൻ കഴിയുമായിരുന്നു. പക്ഷേ വഞ്ചനാപരമായ രാഷ്ട്രീയത്തിലൂടെ 2016-ലും 2021-ലും ഞങ്ങളെ പരാജയപ്പെടുത്തിയതുകൊണ്ട് ഈ മണ്ഡലത്തിൻ്റെ വികസനത്തിനാണ് പ്രതിസന്ധി ഉണ്ടായത്. അതാണ് ഞങ്ങൾ ജനങ്ങളോട് പറയുന്നത്. മോദി സർക്കാർ കേന്ദ്രത്തിൽ ഭരിക്കുന്നതുകൊണ്ട് ഒരവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും ഈ മണ്ഡലത്തെ ഏറ്റവും നല്ല വികസനമുള്ള ഒരു മണ്ഡലമാക്കി ഞങ്ങൾക്ക് മാറ്റാൻ കഴിയും. ആ പ്രതീക്ഷ ഇപ്പോൾ ഇവിടുത്തെ വോട്ടർമാർക്കും ഉണ്ടായിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.